അസ്സലാമലൈക്കും. സ്നേഹാദരവ് നിറഞ്ഞ ശ്രോതാക്കളെ, വിധികർത്താക്കളെ, 18ാമത് മുസാബിക്ക ഇസ്ലാമിക കലാസാഹിത്യ മത്സരത്തിൽ സമസ്ത നൂറിന്റെ നിർവിൽ എന്ന ശീർഷകത്തിൽ 2 വാക്ക് സംസാരിക്കാൻ അവസരം നൽകിയ രക്ഷാശിക്ഷ ഉടമസ്ഥൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറിവെന്ന ജ്ഞാനകരമൊക്കെ പ്രശംസ പിടിച്ചു പറ്റിയ ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാം. അയക്കടലിലെ മുത്തുകളെ പോലെ പരന്നു കിടന്ന അറിവ് ആദ്യം അവലംബിച്ചത് ആദം നബിയിലൂടെയാണ്. പിന്നീട് എല്ലാ പ്രവാചകന്മാരും സഹാബാക്കളും ഔലിയാക്കളും സാദാത്യങ്ങളുമാണ്. മക്കയിൽ നിന്ന് പാഴക്കപ്പൽ മാർഗ്ഗം കൂട്ടരും ഇസ്ലാമും ഈമാനും ഇൽമും കേരളക്കരയിൽ എത്തിച്ചു. അവർക്ക് ഇളനീർ കൊടുത്തു സ്വീകരിച്ച ഹൈന്ദവ സ്നേഹികളെ മതമൈത്രിയുടെ ഏറ്റുമായി നാം ഇന്നും അനുസ്മരിക്കുന്നു. അറിവ് എന്ന സാഗരമാണ് മനുഷ്യനെ ഉന്നതയിൽ എത്തിക്കുന്നത്. അജ്ഞതയെ മുതലെടുത്ത് കേരളത്തിലെ പുത്തൻ ആശയക്കാർ കുഫ്രിലേക്കും ബിദഅത്തിലേക്കും തട്ടിക്കൂട്ടുന്നത് കണ്ടപ്പോൾ 1926 തലമുതിർന്ന മഹത്തുക്കൾ മുല്ലക്കോയ തങ്ങൾ, റഈസുൽ മുഹദ്ദിഖീൻ, ശംസുൽ ഉലമ തുടങ്ങിയ സൂഫിയാക്കൾ അടിത്തറ അസ്ഥിവാരമിട്ട സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. പരിശുദ്ധ ഖുർആനിലെ ആശയത്തിന്റെ ചുവട് പിടിച്ച് 40 മുഷാവറയെടുക്കുന്ന തീരുമാനങ്ങൾ കേരളത്തിലെ പുറത്തും വിജ്ഞാന ദീപങ്ങൾ എത്തിപ്പെടുന്നു. മദ്രസ പൂങ്കാവനങ്ങളും കോളേജുകളും പള്ളികളും പള്ളി ദർസുകളും അമ്പല ചുംബികളാൽ തലയുയർത്തി നിന്നു. സ്ത്രീ സമൂഹത്തിന് പ്രത്യേക പരിഗണന നൽകി. സലാഹിയ ഫാദില എന്നീ 2 സ്വർഗ്ഗത്തോപ്പുകൾ മേയാൻ അവസരം നൽകി. സമസ്ത ഉലമാക്കളുടെ കഠിനാധ്വാനം കൊണ്ടും കാൽനടയെ കവലകളിൽ കടന്നു ചെന്നു. അൽ ഇൽമു, ഇസ്ലാമിന്റെ സുന്ദര ആശയ ആദർശം മർഹൂം നാട്ടിക ഉസ്താദിനെ പോലത്തവർ ഉജ്ജ്വല വാക്കുകൾ കൊണ്ട് രോമാഞ്ചം കൊള്ളിച്ചപ്പോൾ വിദ്യാർത്ഥിന്റെ കോട്ടക്കുത്തലങ്ങൾ തകർന്നു വീണ അഹ്ലുസുന്നത്തി വൽ ജമാഅ വളർന്നു പന്തലിച്ചു. സമസ്തയുടെ വളർച്ചയ്ക്ക് അച്ചടി ദൃശ്യമാധ്യമങ്ങൾ ഫലം കണ്ടു. സുപ്രഭാതവും കുടുംബവും കുരുന്നുകളും അതിൽ ചിലത് മാത്രം. ലക്ഷക്കണക്കിന് മുഅല്ലിമീങ്ങളെ വാർത്തെടുക്കാൻ സമസ്തക്ക് സാധിച്ചു. ഹൈറുക്കും തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഭൂമിയിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണെന്ന വിവചനം സമസ്ത ഏറ്റെടുത്തു. സമസ്തക്ക് ഊന്നുവടികളായി SKSSF, SYS, SBB മറ്റുള്ള പോഷക സംഘടനകളും ശക്തി പകർന്നു. ശരീഅത്ത് വിഷയങ്ങളും പൗരത്വ ബില്ലും സമസ്തക്ക് നേരെ വരുന്ന എല്ലാ നൂലാമാലകളും സമസ്ത നേരിട്ട് ഫലം കണ്ടു. അധർമ്മവും അന്ധകാരവും അനീതിയും സമസ്ത കാരണം ഓടി ഒളിച്ചു. വലിയവരെ ബഹുമാനിക്കാനും ചെറിയവരെ സ്നേഹിക്കാനും മറ്റുള്ള വിജയത്തിന്റെ കാഹളം സമസ്ത പാഠപുസ്തകങ്ങളിലൂടെ മക്കളായ ഞങ്ങൾ പഠിച്ചു. സമസ്ത ഇന്ന് നൂറിന്റെ അതിരുകൾ കത്തിച്ചൊലിക്കുമ്പോൾ സൂഫിയാക്കൾ കൈമാറിയ ത്രിവർണ്ണ പതാക സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കൈകളിൽ ഭദ്രമാണ്. ഇനിയും മുത്തഖീങ്ങളായ കാര്യങ്ങളിൽ കൊടി പിടിക്കേണ്ടതുണ്ട്. അവരെ പിൻപറ്റാനും സമസ്തക്ക് ശക്തി പകരാനും നാഥൻ തൗഫീഖ് നൽകട്ടെ. മരണപ്പെട്ടുപോയ സമസ്ത പ്രേമികൾക്ക് അർഹമുറാഹിമായ തമ്പുരാൻ അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരെ പ്രവേശിപ്പിച്ച സ്വർഗത്തിൽ നമ്മയും കുടുംബത്തെയും പ്രവേശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രസംഗം വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.